BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. 2025 അവസാനിക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഭരണ, നീതിന്യായ നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടായ വർഷമാണ് ഈ കടന്നുപോകുന്നത്. ഫെഡറലിസം, ശുദ്ധമായ ഭരണം, ഡാറ്റ സ്വകാര്യത, സ്ഥാനപരമായ അധികാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തീവ്രമായ ചർച്ചകൾക്ക് രാജ്യം ഈ വർഷം സാക്ഷ്യം വഹിച്ചു. നിരവധി ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ, നിയമങ്ങൾ, ചരിത്രപരമായ സുപ്രീം കോടതി വിധികൾ എന്നിവയെല്ലാം തന്നെ ഭരണഘടനയുടെ പരിണാമപരമായ വ്യാഖ്യാനത്തെ രൂപപ്പെടുത്തി. 2025 രാജ്യം ദർശിച്ച നീതിന്യായ വ്യവസ്ഥയിലെയും നിയമനിർവഹണ വ്യവസ്ഥയിലെയും ചില ഏടുകൾ പരിശോധിക്കാം. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടിന് കീഴിൽ ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന UT നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ സാധ്യമാകുന്നതാണ് ബില്ല് വഴി ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചക്രങ്ങളുടെ വിന്യാസം ഉറപ്പാക്കുന്നതിന് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമങ്ങളിലെ ഭേദഗതികൾക്കൊപ്പം ഇത് അവതരിപ്പിച്ചു. 2024 ഡിസംബറിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക്, അതായത് JPCക്ക് റെഫർ ചെയ്തു. JPC സമയപരിധി 2025 ശീതകാല സമ്മേളനം വരെ നീട്ടി. ഇത് ഇപ്പോഴും പരിശോധനയിലാണ്, നടപ്പാക്കിയിട്ടുമില്ല. ഒരു നിശ്ചിത കാലയളവിന് അപ്പുറം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തടങ്കലിൽ വെക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു മന്ത്രി അഥവാ മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വയമേ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കുന്ന വ്യവസ്ഥകൾ അവതരിപ്പിക്കുന്നതാണ് ഈ നിർദ്ദിഷ്ട ഭേദഗതിയുടെ ലക്ഷ്യം. ചണ്ഡീഗഡിലെ ആർട്ടിക്കിൾ 240 കീഴിൽ കൊണ്ടുവരാനാണ് നിർദ്ദേശം. ഇത് രാഷ്ട്രപതിക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി നിയന്ത്രണങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കുന്നുമുണ്ട്. എന്നാൽ പങ്കിട്ട തലസ്ഥാനം എന്ന നിലയിൽ ചണ്ഡീഗഡിന്റെ പദവിയെ ഇത് ബാധിക്കുമെന്ന് പഞ്ചാബ് ആസ്ഥാനമാക്കിയുള്ള പാർട്ടികൾ വാദിക്കുന്നുമുണ്ട്. ഫെഡറൽ സന്തുലിതാവസ്ഥയെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. വഖഫ് ബോർഡുകളിൽ മുസ്ലിം അല്ലാത്ത വിദഗ്ധരെ ഉൾപ്പെടുത്തൽ, ഏകപക്ഷീയമായ വഖഫ് പ്രഖ്യാപനങ്ങളിൽ നിയന്ത്രണങ്ങൾ, നിർബന്ധിത ഡിജിറ്റൽ മാപ്പിംഗും സർവേകളും, കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി എന്നിവ ഉദ്ദേശിച്ചുകൊണ്ടാണ് വഖഫ് ഭേദഗതി നിയമം പാസാക്കിയത്. മുസൽമാൻ വഖഫ് നിയമം 1923 കാലഹരണപ്പെട്ടതായി കണക്കാക്കി റദ്ദാക്കി. കൊളോണിയൻ കാലഘട്ടത്തിലെ നിയമങ്ങൾ മാറ്റി ഒരു ആധുനിക കുടിയേറ്റ ചട്ടക്കൂട് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമം കൊണ്ടുവന്നത്. വിദേശികളുടെ പ്രവേശം, താമസം, പുറത്താക്കൽ, വിസ, തടങ്കൽ, നാടുകടത്തൽ, കരിമ്പട്ടികയിൽപ്പെടുത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. 2023 DPDP നിയമം നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഡാറ്റ സംരക്ഷണ വ്യവസ്ഥ പൂർത്തിയാക്കി. ഡാറ്റ ഫിഡ്യൂഷ്യറികളുടെ കടമകൾ, ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ചട്ടക്കൂട്, കുട്ടികളുടെ ഡാറ്റ സുരക്ഷകൾ, ക്രോസ് ബോർഡർ ഡാറ്റ നിയമങ്ങൾ എന്നിവ ഇതിന് കീഴിൽ വരുന്നുമുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത്. ജിറാംജി എന്നാണ് പുതിയ ബില്ലിന്റെ പേര്. പദ്ധതിയുടെ ഫണ്ടിംഗ് സംസ്ഥാന സർക്കാരുകളുടെ കൂടെ ചുമതലയിലേക്ക് വരുന്നു എന്നതാണ് പുതിയ പദ്ധതിയിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.